അല്ലാഹുവിന്റെ റസൂൽ ഒരു ഖബറിന്റെ അരികിലൂടെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അതാ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഈ ഖബറിന്റെ ഈ രണ്ട് ഖബർ ആരുടേതാണ്? ഇവരെ യുഅദ്ദബാൻ, അവരെ ഇതിൽ ശിക്ഷിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമാ യുഅദ്ദബാനി ഫീ കബീർ, അവരെ ശിക്ഷിക്കപ്പെടുന്നത് അവരുടെ മനസ്സിൽ വലിയൊരു തെറ്റ് ചെയ്ത പേരിലല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ബൽ ഹുവ കബീർ, പക്ഷേ അവര് ചെയ്ത തെറ്റ് വലിയ തെറ്റ് തന്നെയാണ്. അവർക്കത് വലിയതായി തോന്നിയില്ല. എന്തേ അവര് ചെയ്ത വലിയ തെറ്റ്? ഒരാള് മൂത്രമൊഴിച്ചാൽ നല്ല പോലെ വൃത്തിയാക്കുമായിരുന്നില്ല. ഉമ്മമാരെ, സഹോദരന്മാരെ, നമ്മുടെ വീടുകളിലുള്ള ഏറ്റവും വലിയ മുസീബത്തിന്റെ കാലമാണിത്. ടൈൽസ് വന്ന കാണിച്ചിടുകയാണ്. ഒളു ചെയ്തിട്ട് നഗ്നമായ കാലുകൊണ്ടാണ് നിസ്കാരപ്പായയിലേക്ക് നടന്നു പോകുന്നത്. ഈ ടൈൽസിൽ മൂത്രമൊഴിച്ചത് വൃത്തിയാക്കിയത് ശാഫിഈ മദ്ഹബ് അനുസരിച്ചല്ല, ഒരു മദ്ഹബിന്റെ അടിസ്ഥാനത്തിലല്ല ശുദ്ധിയാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ശുദ്ധിയാക്കല്? നമ്മുടെ ഉമ്മമാരെ, നിങ്ങൾ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ശുദ്ധിയാക്കുന്നത് കണ്ടാൽ നമ്മുടെ ഇവിടെ പങ്കെടുത്ത ഒരു പെണ്ണിനിക്കും യഥാർത്ഥത്തിൽ ഭൂമി ശുദ്ധിയാക്കാൻ അറിയില്ല, വീടിന്റെ അകം ശുദ്ധിയാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവുകയില്ല. ആ രൂപത്തിലാണ് ഇന്ന് വീടുകളിലെ ശുദ്ധീകരണമുള്ളത്. ടൈൽസിൽ കുഞ്ഞിന് മൂത്രമൊഴിച്ചാൽ ചെയ്യുന്നത് എന്താണ്? ഒരു പഴയ എന്തെങ്കിലും തുണികളോ മറ്റോ വീട്ടിലുണ്ടായിരിക്കും. അത് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ആ ബക്കറ്റില് ആ വെള്ളത്തിൽ ഈ തുണിയും ഇട്ടിട്ട് ഒരു പഴയ ബനിയനോ അല്ലെങ്കിൽ പഴയ ഒരു ജഡ്ഡിയോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു തോർത്തുമുണ്ടോ അതിലിട്ടിട്ട് വരികയാണ് ഈ ഉമ്മ ഇത് വൃത്തിയാക്കാൻ. ദുനിയാവിന് വൃത്തിയാവൂല ഉമ്മ ഈ രൂപത്തിൽ വന്നാൽ. ബക്കറ്റിൽ ഇതിട്ടിട്ട് വന്നിട്ട് ഈ ബക്കറ്റില് ഉള്ള ഈ സാധനം എടുത്തിട്ട് ഈ ടൈൽസിന്മേക്ക് ആണ്ട് ചെറിയ നിലക്കൊന്ന് പിഴിഞ്ഞിട്ട് ഈ ടൈൽസുമുള്ള മൂത്രം അങ്ങ് ഒപ്പിയെടുക്കുകയാണ്. എന്നിട്ട് ബക്കറ്റിലിട്ട് കഴുകുകയാണ്. സുബ്ഹാനല്ലാഹ്. 4 മദ്ഹബിലും ഈ ശുദ്ധീകരിച്ചത് ശരിയല്ല, ശുദ്ധീകരണമായിട്ടില്ല. മറിച്ച് അല്പസ്ഥലത്തുള്ള നജസ് ചുറ്റുഭാഗത്തും അങ്ങായി പോയി. ഇവളെ കയ്യും നജസായി, ഇവളെ വെള്ളവും നജസായി, ഇവളെ ബക്കറ്റും നജസായി, ചുറ്റുഭാഗം അങ്ങ് തുടച്ച സ്ഥലം മുഴുവനും നജസായി, വൃത്തിയായി എന്ന് പറഞ്ഞ് അവളങ്ങ് പോകുന്നു. അതിലൂടെയാണ് ഭർത്താവ് ഒലു ചെയ്ത് കടന്നു പോകുന്നത്. അതിലൂടെയാണ് വീട്ടിൽ ഉദ്ഘാടനത്തിന് വന്ന ഉസ്താദ് അതാ റൂമിൽ നിന്ന് ഒലു ചെയ്ത് കടന്നു പോകുന്നത്. അതിലൂടെയാണ് എല്ലാവരും നനഞ്ഞ കാലുമായി നടന്നു പോകുന്നത്, വേർത്ത കാലുമായി നടന്നു പോകുന്നത്. നജസ് തന്നെ. നിസ്കാരം സഹീഹല്ല. നിസ്കാര റൂമിലേക്ക് നടന്നു പോയ ടൈൽസ് നജസിന്റെ ടൈൽസാണ്. ഇതേ രൂപത്തിലല്ലേ വീടിന്റെ അകത്തുള്ള ശുദ്ധീകരണമുള്ളത്. ഇനി പുറത്തുള്ള ശുദ്ധീകരണം, മനഹരിക്കുന്ന രൂപം. പെണ്ണ് മനഹരിക്കലും ആണ് മനഹരിക്കലും ഇസ്ലാമിൽ കുറെ നിയമങ്ങളുണ്ട്. എത്ര പള്ളികളാണ് അവസ്ഥ. പള്ളികളെ കാര്യം പറയണ്ട. ഇന്ന് ടൈറ്റ് ഫിറ്റുള്ള പാന്റ് ഇടുന്ന മക്കളാണ്. ആ മക്കള് വന്നിട്ട് ചില മക്കള് ഇരുന്ന് മൂത്രിച്ചാൽ അവൻ ആകെ നജസിലാകും. നിന്ന് മൂത്രിക്കും, അപ്പോഴോ അവൻ അതിനപ്പുറം നജസിലാകും. ഞാൻ എത്രയോ കണ്ടതാണ്. ചാലിയത്തിന്ന് ഭയങ്കര ഈ മഴ പെയ്യണായി ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ട്. നോക്കുമ്പോ എന്താ ഒരു വലിയൊരു മുത്തം മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ പാത്തിക്കുന്നു. എന്നിട്ടോ ഒരു കോപ്പയിൽ വെള്ളത്തിൽ ആണ്ട് ഒഴിക്കുമ്പോ ഈ മൂത്രത്തിക്കാണ് തിറ്റുന്നത്. എന്നിട്ട് അതിന് തെറിച്ച് അവന്റെ പാന്റിലേക്കാണ് വരുന്നത്. ഈ പാന്റ് എടുത്താണ് പള്ളിയിലേക്ക് വരുന്നത്. സഹോദരാ, നിന്റെ നിസ്കാരം സഹിയല്ല. നീ പള്ളിയിൽ കയറിയതോടുകൂടെ പള്ളിയും നജസായി പോയി. ആ നജസിലൂടെ നടന്നു വന്ന ജുമുഅക്ക് വന്നവരുടെ ജുമുഅ ബാത്തിലായി പോയി. അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് നീ കാലുവെച്ച സ്ഥലത്തിലൂടെ കാലുവെച്ചാൽ അവന്റെ നിസ്കാരം ബാത്തിലായി പോയി. നാട്ടുകാരുടെ മുഴുവനും നിസ്കാരം നീ ബാത്തിലാക്കിയില്ലേ? ഇതല്ലേ നിന്റെ പാന്റിന്റെ അവസ്ഥ. ഈ രൂപത്തിൽ നജസ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ ഖബറാളിക്ക് ശിക്ഷയെന്ന് ഖാല റസൂലുള്ളാഹി. ആർക്കുണ്ട് ബോധം? ആർക്കുണ്ട് ശ്രദ്ധ? നജസ് വിഷയമല്ല. ചെറിയ മക്കൾ, കുഞ്ഞമ്മക്കൾ അതാ എപ്പോഴും ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും. കുഞ്ഞമ്മക്കളെ താലോലിച്ചെടുക്കുന്ന അനുജന്മാരും ജേട്ടന്മാരും
പെങ്ങന്മാരും എല്ലാവരും താലോലിച്ച് കുഞ്ഞമ്മക്കളെ എടുക്കും. കുഞ്ഞമ്മക്കൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. ഈ ഛർദ്ദിച്ചത് കുപ്പായത്തിലായാൽ അത് നജസാണെന്ന ചിന്ത നമുക്കില്ല. ചെറിയ കുട്ടിയുടെ ഛർദ്ദിച്ചതായാലും കടുത്ത നജസാണ്. വലിയവൻ ഛർദ്ദിച്ച അതേ വിധിയാണ്. കുട്ടികൾ ഛർദ്ദിച്ചാൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആ ശ്രദ്ധ നമുക്കില്ല. നമ്മുടെ കുപ്പായത്തിലേക്ക് കുട്ടി ഛർദ്ദിച്ചാൽ അതങ്ങ് തുടച്ചു കളയുകയാണ്. തുടച്ചതുകൊണ്ട് ശുദ്ധിയാവുകയില്ല. അത് നജസ് ശുദ്ധിയാക്കുന്ന പോലെ നല്ല പോലെ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കണം. അതും വെള്ളത്തിലേക്ക് അങ്ങിട്ട് ശുദ്ധിയാക്കിയാൽ ശുദ്ധിയാകൂല. വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് ശുദ്ധിയാക്കണമെന്നാണ് ശാഫിഈ മദ്ഹബ്. വളരെ ശ്രദ്ധിക്കണം സഹോദരന്മാരെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വമാ യുഅദ്ദബാനി ഫീ കബീർ. അവരെ ശിക്ഷിക്കപ്പെടുന്നത് അവരുടെ ചിന്തയിൽ വലിയ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, പക്ഷേ അത് വലിയ തെറ്റ് തന്നെ. ശരീരം ശുദ്ധിയാകാതെ ഒരിക്കലും നിസ്കാരം സഹിയല്ല. ഇത്ര നിസ്കരിച്ചിട്ടുണ്ട് കാര്യം, മനേരിച്ചോടം ശുദ്ധിയായിട്ടില്ല. ഉമ്മമാരെ, മൂത്രിക്കാൻ പോകുന്ന നിങ്ങൾ ഇന്ന് യൂറോപ്യൻ ക്ലോസറ്റല്ലേ വീട്ടിലൊക്കെയുള്ളത്. അതിനൊത്തുകൊണ്ട് തന്നെ കാലത്തിനൊപ്പിച്ചുകൊണ്ട് എല്ലാം നമ്മുടെ വീട്ടിനകത്തെത്തിയിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ ചന്തി ഭാഗത്തേക്ക് നിർബന്ധമായും അതിലുള്ള വെള്ളത്തിൽ നിന്ന് തെറിക്കാതിരിക്കുകയില്ല. അതും അങ്ങ് അടഞ്ഞിരുന്നിട്ട് മനേരിക്കുന്ന ഉമ്മമാരെ, മനേരിക്കുന്ന സഹോദര സഹോദരിമാരെ, ആ വെള്ളത്തിൽ നിന്ന് ഒരു ചെറിയ തുള്ളി നിങ്ങളുടെ ചന്തി ഭാഗത്തേക്ക് വന്നാൽ നിങ്ങളുടെ ശരീരം നജസാണ്. അതാ ആർക്ക് ശ്രദ്ധയുണ്ട്, നല്ലപോലെ അതാ വെള്ളം അടിച്ച് ശുദ്ധിയാക്കിയ ക്ലോസറ്റ് ആണെങ്കിലും അതിലെ ഒരിക്കലും ശുദ്ധിയാവുകയില്ല. ക്ലോസറ്റിൽ നിന്ന് ഒരിക്കലും തന്നെ ഒരു മദ്ഹബ് അനുസരിച്ച് ശുദ്ധിയാക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ക്ലോസറ്റിന്റെ സൃഷ്ടിപ്പുള്ളത്. അതുകൊണ്ട് നീ അതിലെത്ര വെള്ളമൊഴിച്ച് വെളുത്ത 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 പ്യൂർ വെള്ളമെങ്ങനെ പേര് പറഞ്ഞാലും ഒരിക്കലും അത് ശുദ്ധിയല്ല. നീ എത്ര വെള്ളമടിച്ചിട്ട് നല്ല പോലെ വൃത്തിയായ ക്ലോസറ്റിന്റെ മുകളിൽ നല്ല പോലെ വെള്ളം അടിച്ചിരിക്കും. ചില ആൾക്കാർ അങ്ങനെ പറയാം, ചില ഗൾഫേര് നല്ല പോലെ ഒന്ന് വെള്ളം അടിച്ചിട്ടാണ്ട് ഇരുന്നാ മതി. നല്ല വെള്ളം അടിച്ചിരുന്നാല് എന്താ പറയാനുള്ളത്, നജസായത് അറിയില്ല, വേറെ കാര്യമൊന്നുമില്ല. വെള്ളം അടിച്ചില്ലെങ്കിൽ ഒന്നായിട്ട് മേത്തുക്ക് ഒന്നായിട്ട് നജസ് കാഴ്ചയിൽ തന്നെ വരും. ഇനി വെള്ളം അടിച്ചിരുന്നാലും ഒന്നായിട്ട് കഴുകിയിരുന്നാലും അത് നജസാണ്. ക്ലോസറ്റിലെ വെള്ളം നജസാണ്. അത് ശുദ്ധിയാകുന്ന കാലമില്ല. അത് ശുദ്ധിയാക്കാൻ കഴിയില്ല. ക്ലോസറ്റ് ശുദ്ധിയാക്കാൻ കഴിയില്ല. ശാഫിഈ മദ്ഹബ് അങ്ങനെയാണ്. ക്ലോസറ്റിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. അഥവാ ഒരു കൊക്കിന്റെ മോഡലാണ് ക്ലോസറ്റിന്റെ സൃഷ്ടിപ്പുള്ളത്. അതിന്റെ രണ്ടു ഭാഗവും ഒരേപോലെ നിൽക്കുകയാണ്. എന്നാലേ സ്മെല്ല് വരാതിരിക്കുകയുള്ളൂ. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കാണാലോ. എപ്പോഴും അതിൽ വെള്ളം നിൽക്കാനുള്ള കാരണം എന്താ? അവിടെ ഒലിച്ചു പോകാത്ത എന്താ? കുറച്ച് ഈ രണ്ടു ഭാഗത്തേക്ക് ഇങ്ങനെ കിവി മോഡൽ നമ്മളെ ഈ ഇതുണ്ടല്ലോ, പൈസയുടെ മുകളിലുള്ള ആ ചിഹ്നം ശൈലിയിൽ ഇങ്ങനെയാണ് ക്ലോസറ്റ് പടക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നടുവിൽ നിൽക്കുന്ന വെള്ളത്തെ എത്ര വെള്ളം ഒഴിച്ചാലും എത്ര വെളുത്താലും ശുദ്ധിയാകുന്ന കാലമില്ല. ഈ വെള്ളം അടിയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയണമെങ്കിലേ ശുദ്ധിയാവുകയുള്ളൂ. പിന്നെ നീ അതിന്റെ മുകളിൽ നിന്ന് എത്ര ഉഷാറിൽ നീ മനേരിച്ചാലും നിന്റെ ദേഹത്തേക്ക് തെറിക്കാതിരിക്കുകയില്ല. തെറിച്ചാൽ അരാക്കിപ്പെട്ട് കഴുകാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയല്ല. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതാ ഇവര് ചിന്തിച്ചത് വലിയ നജസാണെന്നല്ല, വലിയ നജസാണ്. വമാ യുഅദ്ദബാനി ഫീ കബീർ. വലിയതാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ അത് വലിയത് തന്നെ. ആ രൂപത്തിലുള്ള ഖബർ ഇപ്പുറത്ത് നമീമത്ത് പറയുന്ന ആളുടെ ഖബറാണെന്ന് പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ രണ്ട് കൊമ്പ് കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ കുത്തുകയാണ്. എന്തേ പറഞ്ഞത്? ആ ഖബറാളിക്ക് കൊമ്പിന്റെ ദിക്ർ കൊണ്ട് പൊറുക്കപ്പെടുമെന്നാണ്. അഥവാ മരക്കൊമ്പുകൾ തസ്ബീഹ് ചൊല്ലുന്നു, ജന്തുക്കൾ മുഴുവനും തസ്ബീഹ് ചൊല്ലുന്നു, മനുഷ്യന് മാത്രം തസ്ബീഹ് ചൊല്ലുന്നില്ല. വളരെ തുച്ഛം ആളുകൾ അല്ലാഹുവിന്റെ ദാക്റുകളാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിൽ മഴ വർഷിക്കുന്നത്, അതുകൊണ്ടാണ് സസ്യലതാദികൾ മുളക്കുന്നത്, അതുകൊണ്ടാണ് കാരുണ്യമുള്ളത്. ഈ ഭൂമിയിൽ ചെറിയ മക്കളും നാൽക്കാലികളും സസ്യങ്ങളുമില്ലെങ്കിൽ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുന്നതാണ്. അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൗലാ ശുയൂഖുൻ റുക്ക വബഹായിമു റുക്ക
വസുബിയാനും ലസബ്ബല്ലാഹു അലൈക്കുമുൽ അദാബ സബ്ബാ ലൗലാ ശുയൂഖുൻ ദുക്കൾ. അതാ മുതുവളഞ്ഞതായ വയസ്സന്മാർ അതാ മരിക്കണം മരിക്കണം, ഒരു തമാടിത്തരം അവർക്ക് അറിയില്ല. അതാ അവരെ എല്ലാ നിലത്തും അതാ പറ്റിക്കാൻ പറ്റിയ പ്രകൃതിക്കാർ, പാവപ്പെട്ട മനസ്സിന്റെ ഉടമകളായ വയസ്സന്മാർ. അല്ലാഹു നമ്മുടെ നാട്ടിലെ വയസ്സന്മാർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. വയസ്സന്മാരങ്ങ് പോയാൽ നാടിലെ അദാബാണ്. ചെറുപ്പക്കാരെ, നമ്മുടെ വീടകത്തുള്ള ഉമ്മ, വീടകത്തുള്ള ഉപ്പ, പ്രായം ചെന്ന ഉമ്മ നിന്റെ ടൈൽസ് അറിയില്ല, നിന്റെ ഗ്രാനറ്റ് അറിയില്ല. അവരാ നിസ്കാരപ്പായിൽ ഇരുന്നിട്ടൊന്ന് തുപ്പിയാൽ നിനക്ക് വെറുപ്പാണ്. നിന്റെ ടൈൽസ് മുകളിലായി പോയി, ആ തുപ്പലം ഒന്നും പറയല്ലേ. ആ ഉമ്മ നിസ്കാരപ്പായിൽ ഇരിക്കുന്ന കാലത്ത് ഈ പകരയുടെ നാട് മുഴുവനും ബറക്കത്താണ്. അവരാ നിസ്കാരപ്പായിലിരുന്ന് ആ കൈ അല്ലാഹുവിലേക്ക് പൊക്കുന്ന സ്ഥാനത്ത് നമ്മൾ 1000 വർഷം പൊക്കിയാലും നമ്മുടെ മനസ്സതിന്റെ കൂടെ പൊങ്ങുകയില്ല. ഇവിടുത്തെ വയസ്സന്മാര് മരിച്ചു പോയാൽ നാടിന് മുസീബത്താണ്. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമ്മുടെ ഉമ്മയോട് ഞാൻ പോകട്ടെ ഉമ്മ എന്ന് പറഞ്ഞ് കൈപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആലിംഗനം ചെയ്തുകൊണ്ട് സലാം പറഞ്ഞിറങ്ങാനൊരു ഉമ്മയില്ലെങ്കിൽ ദുഃഖം തന്നെ. ഞാൻ പോകട്ടെ ഉപ്പ ദ്വാരക്കണമെന്ന് പറഞ്ഞൊന്ന് സലാം പറഞ്ഞൊന്ന് ആലിംഗനം ചെയ്യാൻ ഉപ്പയില്ലെങ്കിൽ അത് ദുഃഖം തന്നെ. ഭാര്യയോട് പറഞ്ഞിതേപോലെ ആത്മാർത്ഥതയിൽ പറഞ്ഞു പോരാൻ കഴിയുമോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ചിന്തയുള്ളത് ഉമ്മയാണ്, ഉപ്പയാണ്. ഭാര്യയുടെ ചിന്ത അതല്ല. അവൾക്ക് TV കാണാനുള്ളവളാണ്. ഭർത്താവ് പോയിട്ട് പൈസ അയച്ചിട്ട് വേണം നല്ലൊരു വീട് സ്വന്തം ഉണ്ടാക്കിയിട്ട് ഈ അമ്മായിമ്മന്റെ ശല്യമില്ലാതെ ഒന്ന് നല്ല പോലെ TV കണ്ട് കിടക്കാൻ പറ്റിയൊരു വീടുണ്ടാക്കണമെന്ന് മന്ത്രിക്കുന്ന ഉടമയായ നിന്റെ ഭാര്യ നിന്നെ യാത്ര അയച്ചിട്ട് നിനക്ക് ഏത് സ്വർഗം കിട്ടാനാണ്? നിനക്ക് ഏത് നന്മ കിട്ടാനാണ്? ഏത് നന്മ കിട്ടാനാണ്? ഏത് ഗുണം കിട്ടാനാണ്? നിന്റെ ഭാര്യയുടെ മനസ്സിലുള്ളത് ഒന്ന് നല്ല പോലെ ഒരു വീടെടുക്കണം, എന്നിട്ട് നല്ല ചിത്രങ്ങൾ കാണണം, ഭർത്താവിലേക്ക് ഫോൺ ചെയ്യണം, പറ്റിയ നല്ല ചിത്രങ്ങൾ കണ്ട് സംസാരിക്കാൻ പറ്റിയൊരു മൊബൈൽ കിട്ടണം, പരിചയക്കാർക്കൊക്കെ ഒന്ന് വിളിക്കണം. ഈ രൂപത്തിലുള്ള ചിന്തയുള്ള പെൺകുട്ടിയുടെ കൈയും പിടിച്ചിട്ട് ഏത് ദുആക്കാണ് ഉത്തരമുള്ള ആയിരക്കണക്കിന് കൊല്ലം കൈവക്കിയാലും നാഥൻ സ്വീകരിക്കുമോ? എന്നാൽ മൊബൈൽ എന്തെന്നറിയില്ല, ചിത്രം എന്തെന്നറിയില്ല, തമ്മാടിത്തരം എന്തെന്നറിയില്ല. അറിയാത്ത ശുദ്ധ മനസ്സിന്റെ ഉടമകളായ പ്രായം ചെന്ന വയസ്സന്മാർ അല്ലാഹു പറയുന്നു ലൗലാ ശുയൂഖുൻ ദുക്കൾ. അതാ അകവളഞ്ഞതായ വയസ്സന്മാര് നാട്ടിലില്ലെങ്കിൽ മുല കുടിക്കുന്ന ചെറിയ മക്കൾ, എട്ടും പൊട്ടും അറിയാത്ത, എട്ടെന്നും പൊട്ടെന്നും പറഞ്ഞാൽ എന്താണ്, രണ്ടെന്ന് രണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചെറിയ മക്കൾ, ഇതിലൂടെ അതാ മേഞ്ഞു നടക്കുന്ന കാലികൾക്ക് കള്ളു കുടിക്കണമെന്ന ചിന്തയില്ല. ഇതിലൂടെ നടക്കുന്ന ആടുകൾക്ക് കള്ളു കുടിക്കണമെന്ന ചിന്തയില്ല. അതാ നിങ്ങൾ നോക്കൊരു വീട്ടിലൊരു പ്രാവിനെ കൊണ്ടുവന്ന് പോറ്റൂ. പ്രാവിനെ പോറ്റിയാൽ പോറ്റുന്നവർക്കറിയാം അതൊരു നല്ല കാര്യമല്ല. പ്രാവിനെ പോറ്റുന്നത് നല്ല കാര്യമല്ല. ഞാൻ അതിനല്ല പറഞ്ഞത്, മറിച്ച് ഒരു പ്രാവിനെ പോറ്റിയാൽ മനസ്സിലാക്കാം. ഒരു പ്രാവിന്റെ കൂട്ടിലേക്ക് അതാ ഒരു ആൺപ്രാവിനെ ഒരു കൂട്ടിലേക്ക് നീ ആക്കൂ. എന്നിട്ട് പരിചയമില്ലാത്തൊരു പെൺപ്രാവിനെ, നല്ല സുമുഖിയായ ഒരു പെൺപ്രാവിനെ, അതാ കാലിന് നല്ല സൂട്ടുള്ള, നല്ല ചന്തമുള്ള, നല്ല ചിറകുകളുള്ള, നല്ല മിനുസമുള്ള ചിറകുകളും ചിത്രപ്പണികളുള്ള ചിറകുകളുമുള്ള സുന്ദരിയായ ഒരു പെൺപ്രാവിനെ ആ ആൺപ്രാവിന്റെ കൂട്ടിലേക്ക് ആക്കിയാൽ അവനതാ അവിടുന്ന് ശകാരിച്ച് കൊത്തി പുറത്താക്കുന്നതാണ്. അതേപോലെ ആ ഒരു പെൺറൂമിലേക്ക് പരിചയമില്ലാത്ത ഒരു ആൺപ്രാവിനെ കയറ്റിയാൽ അന്ന് രാത്രി മുഴുവനും അവര് തമ്മിൽ വലിയ കശവിഷയാണ്. കൊത്തി പുറത്താക്കാൻ വേണ്ടി മുറിയാക്കുന്നതാണ്. ബുദ്ധിയില്ലാത്ത ആ ജീവി, അതാ എന്റെ ഇണയല്ലാത്ത ഒരു പുരുഷൻ എന്റെ റൂമിലേക്ക്
റൂമിലേക്ക് കടന്നു വന്നെന്ന് പറഞ്ഞ് ശകാരിക്കുന്നത് കാണാം. എന്റെ ഇണയല്ലാത്ത ഒരു പെണ്ണ് എന്റെ റൂമിലേക്ക് കടന്നു വന്നെന്ന് പറഞ്ഞ് ശകാരിക്കുന്നത് കാണാം. അന്ന് രാത്രിയില്ല, ആ റൂമിൽ ഉറക്കില്ല, വലിയ കശവിശയാണ്, തല്ലും പിടിയുമാണ്. ഇതാണ് ബുദ്ധിയില്ലാത്ത പ്രാവുകളുടെ അവസ്ഥയെങ്കിൽ ചെറുപ്പക്കാരന്റെ റൂമിലേക്ക് ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ഒരു പരിചയം വേണ്ട ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ ഒരു ചെറുപ്പക്കാരിയുടെ റൂമിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ചെന്നാൽ എന്താണ് അവസ്ഥ? ബുദ്ധിയുള്ള മനുഷ്യനോ ബുദ്ധിയില്ലാത്ത പ്രാവോ ശുദ്ധ മനസ്സ്. നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് ജീവികളുടെ അവസ്ഥ. മൈനകളെ കണ്ടിട്ടില്ലേ? അതാ തന്റെ ഇണയായ മൈനയുമായി മാത്രമേ ബന്ധപ്പെടുകയുള്ളൂ. മറ്റൊരു മൈനയിലേക്ക് അവൾക്ക് ചിന്തയില്ല, അവന് ചിന്തയില്ല. കോഴികൾ മാത്രമാണ് പരസ്യമായി പരബന്ധമുള്ളവർ, കോഴികൾ മാത്രമാണ്. അല്ലാത്ത ജീവികളിൽ എല്ലാം ഈ സ്വഭാവമുള്ളവരാണ്. ചിന്തയില്ല, ബോധമില്ലാത്ത അവസ്ഥ മൃഗങ്ങളിൽ തന്നെ അല്ലാഹു തആല കൊടുത്ത ശ്രദ്ധ നോക്കൂ. അതാണ് അതാ അല്ലാഹുവിനെ മാത്രം ലാക്കാക്കി നടക്കുന്ന മൃഗങ്ങൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ? മഴ വർഷിച്ചാൽ അതാ നമ്മൾ വയലിലേക്ക് ഇറങ്ങിയാൽ നേരം വെളുക്കുന്നത് വരെ ആ വയലിലുള്ള ജീവികൾ മുഴുവനും ഉണർന്ന് തസ്ബീഹ് ചൊല്ലുന്നു. ഒരു പാടത്തുള്ള ഒരു വലിയ കൃഷിയിടത്തിലേക്ക് അങ്ങ് ചെന്ന് നോക്കിയാൽ കരയാത്ത ജീവികളില്ല. നേരം വെളുക്കുന്നത് വരെ ദിക്റാണ്. സങ്കടമാണെങ്കിൽ പകലിലും കരയേണ്ടിയിരുന്നു. മഴ തന്നെ റബ്ബിന്റെ സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദിക്റ് ചൊല്ലുകയാണ്. തവളകൾ, പീക്കാക്കുഞ്ഞൻ, അതുപോലുള്ള ഇഴജന്തുക്കൾ റബ്ബിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് നമ്മുടെ വയലുകളിൽ കൂടുന്നു. നമ്മൾക്ക് തസ്ബീഹില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ മൂന്ന് വർഗവും ഇവിടെയില്ലെങ്കിൽ അല്ലാഹു നിങ്ങളിൽ ശിക്ഷ ഇറക്കുന്നതാണ്. ടൈൽസ് എങ്ങനെ ശുദ്ധിയാക്കലെന്ന് ഒരു ചോദ്യം. ടൈൽസ് ആണ് നമ്മളെ വീടിൽ ഇട്ട ഗ്രാനൈറ്റും ടൈൽസും, അതുപോലെ വീടിൽ സിമന്റ് ഒക്കെ ഉണ്ടല്ലോ, ഇട്ട നിലം ശുദ്ധിയാക്കുന്ന കോലെങ്ങനെയാണ്? ഉമ്മമാരെ, അത് വിശാലമായി പറയേണ്ടതാണ്. ഒരു ബക്കറ്റ് വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ബക്കറ്റ് കൊടുത്തിട്ട് അതിലൊരു മുണ്ട് ഇട്ടിട്ട് ആ മുണ്ട് അല്പം ഒന്ന് പീഞ്ഞിട്ട് ഈ മൂത്രം അങ്ങോട്ട് ഒപ്പിയെടുത്ത് അതിലിട്ടാൽ ഒന്നായിട്ട് നൈസായി ശുദ്ധിയാകുന്ന കാലമില്ല. ഒരു ബക്കറ്റിന്റെ വെള്ളമൊന്നും ആവശ്യമില്ല. മറിച്ച് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ അര ബക്കറ്റോ അല്ലെങ്കിൽ ഒരു കോപ്പയിലോ വെള്ളവുമായി വാ. ആദ്യം വെള്ളം കൊണ്ടുവരണ്ട. മൂത്രമായി കിടക്കുന്ന ടൈൽസിന്റെ മുകളിൽ അല്ലെങ്കിൽ പിന്നെ സിമന്റിന്റെ മുകളിൽ, അതുപോലുള്ള എന്താണോ വീട്ടിനകത്ത് സൗകര്യമെങ്കിൽ അതിന്റെ മുകളിലുള്ള മൂത്രം എങ്ങനെ ശുദ്ധിയാക്കല് നമ്മളെ വീട്ടില് നമുക്ക് എല്ലാത്തിനും സൗകര്യം ഉണ്ടല്ലോ. അഥവാ കുളിക്കാന് അതിനുള്ള ഷവർ വെച്ചിട്ടുണ്ട്, മറ്റോടത്ത് ക്ലോസറ്റ് വെച്ചിട്ടുണ്ട്, മറ്റോടത്ത് അടുപ്പുണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെ മറ്റോടത്ത് പുട്ടും കുച്ചി കൊടുത്തിട്ടുണ്ട്, മറ്റോടത്ത് ചെരവ വാങ്ങിയിട്ടുണ്ട്, ഇവിടെ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട്, അവിടെ മറ്റേത് വാങ്ങി. ഇതൊക്കെ വാങ്ങിയ കൂട്ടത്തിൽ ശുദ്ധിയാക്കാൻ എന്തെങ്കിലും നമ്മൾ പെരിയിൽ വാങ്ങണമെന്നാ എനിക്ക് പറയാനുള്ളത്. എല്ലാം വാങ്ങിയില്ലേ? ആ കൂട്ടത്തിൽ ഒരു തോർത്തുണ്ടോ, ഒരു ടർക്കിയോ എന്തെങ്കിലും ശുദ്ധിയാക്കാൻ വേണ്ടിയും നമ്മളെ വീട്ടിൽ സൗകര്യം ഉണ്ടായിരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തോർത്തുമുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒപ്പാൻ പറ്റിയ ഈ മറ്റേന്തല്ലേ ഈ പ്ലാസ്റ്റിക്കിന്റെ തുണിക്കുപ്പായല്ലേ ഇപ്പൊ നമ്മളെ മേത്തൊക്കെ ഉള്ളത് പ്ലാസ്റ്റിക്കിന്റെതാണോ? ഈ മറ്റേത് ഈ ഫോറിൻ സാധനം, അത് രാവുമല്ല പകലും അല്ല. അതുകൊണ്ട് എന്ത് ഒപ്പിയതും കാണൂല, അതും കാണൂല, ഒന്നും വൃത്തിയാവൂല. ഒന്നായിട്ട് കിടന്നിട്ട് ഇടങ്ങറാവും. ഒരു മുറി കെട്ടാനേ പറ്റൂലല്ലോ, കാരണം അതിന്റെ സ്വഭാവം അതാണ്. കുട്ടികളെ മേത്തൊക്കെ പതിട്ട് എല്ലാവർക്കും രോഗമുള്ള ഈ ഇതുപോലുള്ള ഷർട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഷർട്ടുകളെ കൊണ്ട് ശരീരത്തിന് വലിയ അപകടമാണ്. ചെറിയ മക്കൾക്ക് ഇന്ന് ചെറിയ കുട്ടികൾക്ക് മറ്റേ എന്താണ് ജലദോഷം, കഫക്കെട്ടില്ലാത്ത ഒരു കുട്ടിയില്ല. ആരെങ്കിലും പറഞ്ഞിട്ട് കഫക്കെട്ടില്ലാത്ത കുട്ടികളുണ്ട്? കഫക്കെട്ടിന് എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാലാ പണി. എന്നിട്ടുണ്ട് മാറൂല. രണ്ട് കാരണമുണ്ട്. ഒരു കാരണം, നിന്റെ കുട്ടിയുടെ കാലിൽ എപ്പോഴും നീ ധരിപ്പിക്കുകയാണ് ഷോക്സ്. ഈ കാലെന്ന് പറയുന്ന സാധനം ചൂടാകാൻ പാടില്ലാത്ത സാധന. കാല് എന്ന് പറഞ്ഞ ചില്ലറ സാധനമല്ല. അതില് തോലിന്റെ പിന്നെ ഹുഫ എന്ന് പറയുന്ന ഒരു സാധനം അറബികൾ ഉപയോഗിക്കുന്നത്. അതല്ലാത്ത ഷോക്സുകൾ ഏതിട്ടാലും തലച്ചോറ് ചൂടാകുന്നതാണ്. ഇത് ശാസ്ത്രമാണ്.
ഈ ചെറിയ മക്കൾക്ക് എന്തൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്? ഒന്നായിട്ട് ടെക്സ്റ്റൈൽസ് ഒന്നായിട്ട് കൊടുത്തിട്ട് ഈ പൈതലിന്റെ മേത്ത് മുഴുവൻ കൂടി ഏതാണ്ട് വെച്ചിട്ടാണ്, കാലുമലൊന്ന്, എന്നിട്ട് അത് ഇട്ടിട്ട് അതിനാണ് മുറുക്കിക്കുന്നത്. പിന്നെ അതിന്റെ ഉള്ളിൽ എല്ലാം കുടുങ്ങി ഒക്കെ അത് ആകെ ബേജാറാണ്. പക്ഷെ ആ കുട്ടി ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുള്ളൂ. അതെങ്ങാനും കുറച്ച് ബുദ്ധിയുള്ള സാധനമാണെങ്കിൽ ബാപ്പാക്കും മകൻ കിട്ടിയിരുന്നു. വേണ്ട ഈ ബാപ്പാക്ക് ഈ പമ്പൈസ് ഒന്നിട്ടോ കിടക്കട്ടെ, കുറച്ച് നേരത്തിന് വൈകുന്നേരം തുറന്നാൽ മതി, അതിനുള്ളിൽ നടക്കേണ്ട വിഷയമൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പഴയ കാലത്തോടെ പമ്പൈസ് ഉണ്ടായിട്ടായിരുന്നു. ഞാൻ പമ്പൈസിനെ കുറ്റപ്പെടുത്തല്ല, കുറച്ചൊക്കെ അതൊക്കെ ഒഴിവാക്കണം നമ്മൾ. എന്നിട്ട് അതിട്ട് കെട്ടി അതിന്റെ മുകളിൽ ഒരു ഫോറിൻ ജഡ്ഡി, അതിന്റെ ഇപ്പുറത്ത് കൂടി 2 കാലിനും 2 ഷോക്സ്, പിന്നെ കുട്ടിയുടെ മുകളിൽ ഒരു കുപ്പായോ, എന്നിട്ട് തലയിൽ ഒരു തൊപ്പി, ഇങ്ങനെ എന്തൊക്കെയോ ഇത് ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഇത് വിങ്ങാണ്. ഇത് വിങ്ങിയിട്ട് ഇത് സഹോദരന്മാരെ, ഈ നിങ്ങൾ ഈ കുട്ടിക്ക് ധരിപ്പിച്ചതായ ഈ വസ്ത്രങ്ങൾ ഉണ്ടല്ലോ, ഇത് നിങ്ങളൊരു പച്ച മാങ്ങക്ക് ധരിപ്പിച്ച് നോക്കി, പിറ്റന്നാക്ക് പോക്കോത്, പിറ്റന്നാക്കൊക്കെ പഴുക്കോത്. ആ രൂപത്തിൽ ചൂടാകാണെങ്കിൽ ഉള്ളിൽ കിടന്നിട്ട് ഈ കുട്ടിയുടെ കാലുഷ്ണിച്ചാൽ നിർബന്ധമായും തല ഉഷ്ണിക്കും. അതുകൊണ്ട് തന്നെ തലച്ചോറിന് ഉഷ്ണം പറ്റിയത് കൊണ്ട് കുട്ടികൾക്ക് കഫക്കെട്ട് വിത്തറുകയില്ല. ഒന്ന് കാലിന്റെ ഷോക്സ് മാറ്റി നോക്കി, നിന്റെ കുട്ടിയുടെ കാലിന് ഷോക്സ് ഇടനോ നിർത്തി നോക്ക്, എന്നാ കഫക്കെട്ട് പകുതി കണ്ടു പറയും. കഫക്കെട്ടുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട കേസാണിത്. നിങ്ങൾ നോക്ക്, നല്ല തണുപ്പുള്ള ടൈമില് ശരീരത്തിൽ നിങ്ങൾ പുതപ്പൊന്നും ഇടണ്ട, കാൽമ ഷോക്സ് ഇട്ടാൽ മതി, എന്നാ തന്നെ തണുപ്പ് പോവും. ശരീരത്തിൽ നിങ്ങൾ പുതപ്പൊന്നും ഇടണ്ട, തണുപ്പുള്ള ടൈമില് കാൽമ മാത്രം ഷോക്സ് ഇട്ടോക്ക്, എന്നാ തണുപ്പ് പോവും. എന്തേ? കാൽമ ഷോക്സ് ഇട്ടപ്പോ തലച്ചോറ് ചൂടായി, തലച്ചോറ് ചൂടായപ്പോ ശരീരം ചൂടായി, അപ്പൊ തണുപ്പ് പോയി. ഇതാ സംഭവം. അതുകൊണ്ട് സഹോദരന്മാരെ, കാലിന്റെ ഷോക്സ് അത് ചെറിയ മക്കൾക്ക് വലിയ അപകടം ചെയ്യും. കഫക്കെട്ടതാണ്. അതിരിക്കട്ടെ, നമ്മളെ വീട്ടിൽ എല്ലാ സൗകര്യം ഉണ്ടല്ലോ, അപ്പൊ ഒരു തോർത്തുമുണ്ടോ അതോ ഇതോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട്, ഞാൻ പറയട്ടെ, ഈ മൂത്രം ഉണ്ടല്ലോ, ഈ മൂത്രത്തിന് ഈ ഉണങ്ങിയ തോർത്തുമുണ്ട് കൊണ്ട്, അല്ലെങ്കിൽ നല്ലപോലെ പിഴിഞ്ഞ് ഉണക്കം പോലെ ആയ തോർത്തുമുണ്ട് കൊണ്ട്, അഥവാ വലിച്ചെടുക്കാൻ സൗകര്യമുള്ള ഒരു മുണ്ട് കൊണ്ട് ഈ മൂത്രത്തെ ഫുള്ള് ഇങ്ങോട്ട് തുടച്ചെടുക്കുക. അത് 2 കൈ കൊണ്ടും കൂടി തുടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കൈ വൃത്തിയാക്കാൻ പ്രയാസം വരും. അതുകൊണ്ട് ഒറ്റ കൈ കൊണ്ട് ശരിക്കും അതങ്ങ് തുടക്കുക. തുടച്ചാൽ ആ മൂത്രം മുഴുവനും ഈ തോർത്തുമുണ്ടിലായി. അത് ഫ്രീ ആയ ഒരു ബക്കറ്റിലോ എവിടെയോ ഇടുക. ഒരു ബക്കറ്റ് കൊണ്ട് നിൽക്കണമെങ്കിൽ ആ ഫ്രീ വെള്ളമില്ലാത്ത ഒരു ബക്കറ്റ്, അതിൽ ഈ തോർത്തുമുണ്ട് അങ്ങോട്ട് ഇടുക. നമ്മളൊരു കോപ്പിയിൽ വെള്ളം കൊടുക്കണല്ലോ, ഒരു ഫ്രീ ബക്കറ്റും, ആ ഫ്രീ ബക്കറ്റിലേക്ക് ഈ തോർത്തുമുണ്ട് അങ്ങോട്ട് ഇട്ടു. ഇട്ടിട്ട് പിന്നെ ഈ വലത്തെ കൈമക്ക് ഈ കോപ്പയെ കൊടുക്കുന്ന വെള്ളത്തിന് അല്പം ഒന്ന് വലത്തെ കൈമൊന്ന് പാരുക. കാരണം അയിമ കുറച്ച് മൂത്രം അയക്കണല്ലോ, അതും ശുദ്ധിയായി. അല്പം പാർന്നാ മതി, അങ്ങനെ ശുദ്ധിയായി. ഇനി എന്ത് വേണം? ഇനി ഈ നിലം ഉണങ്ങിപ്പോയി, ശുദ്ധിയായിട്ടില്ല, ഉണങ്ങി. ഇനി എന്ത് വേണം? നിന്റെ കയ്യിലുള്ള ഈ കോപ്പയിൽ നിന്ന് നീ തുടച്ച ഭാഗത്തേക്ക് അല്പം വെള്ളം കൈ കൊണ്ടോ അല്ലെങ്കിൽ നേരെയോ ഉയർന്ന രൂപത്തിലല്ലാതെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് വലത്തെ കൈ കൊണ്ടോ ഇടത്തെ കൈ കൊണ്ടോ, ഏറ്റവും നല്ലത് ഇടത്തെ കൈയാണ്, ആ കൈ കൊണ്ട് ആ തുടച്ച സ്ഥലത്തൊക്കെ ആ വെള്ളം ഒന്നിങ്ങനെ ഒന്ന് എത്തിക്കുക. കഴിഞ്ഞു സഹോദരന്മാരെ, ശുദ്ധിയായി. ശുദ്ധിയായി, ഇനി തുടച്ചോളൊന്നില്ല. ഇതാണ് മസാല. കഴിഞ്ഞു, ഇനിയൊന്നും പറയാനില്ല. അവിടെ വൃത്തിയായി, ശുദ്ധിയായി. കോപ്പ കൊണ്ട് കാര്യം തീർന്നു. പക്ഷേ ശ്രദ്ധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസലുല്ലദീ യദ്കുറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ ചൊല്ലുന്ന ഒരാളും ദിക്ർ ചൊല്ലാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം മുത്തുനബി പറഞ്ഞത് എന്താണ്? അതാ ഒരു ഹയ്യ് മയ്യിത്ത് വ്യത്യാസമാണ്. അഥവാ ഒരു ജീവനുള്ള സാധനം ജീവനില്ലാത്ത സാധനം തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ ഈ വ്യത്യാസമാണ് ദിക്ർ ചൊല്ലുന്ന വ്യക്തിയും ദിക്ർ ചൊല്ലാത്ത വ്യക്തിയും, ആണായാലും പെണ്ണായാലും കുട്ടിയായാലും വലിയനായാലും ഉള്ളത്. എന്താണ് സഹോദരന്മാരെ ജീവനുള്ളതും ജീവനില്ലാത്തതുമുള്ള വ്യത്യാസം നമുക്കറിയാം. പകരയിൽ ഒരു പുലി പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കേട്ടാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാൾ പറയാണ്, അതാ പകര അല്ലെങ്കിൽ താനാളൂർ എന്ന് പറയാ, താനാളൂരിൽ ഒരു പുലിനെ കണ്ടിക്കണെന്ന് പറഞ്ഞ ഒരൊറ്റ മനുഷ്യന്മാർ ഇവിടെ നിൽക്കൂല, മുഴുവനും പെരീക്ക് കണ്ടുപ്പോ. ഇവിടെ വാളായാലും മല്ല ദിക്കറായാലും മല്ല നിങ്ങളെ വാട്ടിയിലേരോ ജല്ലിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓലും കണ്ടു കഴിച്ചിലാവും. കാരണം എല്ലാവരും ജീവനെ പേടിയാണ്. പുലി ഇവിടേക്ക് വന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ ആടെയും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ സെക്കൻഡ് കൊണ്ട് ഇങ്ങോട്ട് എത്താൻ സാധ്യത. മാത്രമല്ല വാള് കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ ചിലപ്പോൾ പുലി ഇങ്ങോട്ട് വന്നുകൂടായില്ല. ഈ ഒരു ചിന്തക്ക് നമ്മളെ മനസ്സിൽ വരും. ആ രൂപത്തിൽ ഒരൊറ്റൊന്നും ഇല്ലാതെ ഇവിടുന്ന് എല്ലാവരും ഒരു ഉറപ്പല്ലേ, ഒരു മനുഷ്യനും ഇവിടെ ഉണ്ടാവില്ല. നേരം പോലത്തെ ആരെങ്കിലും പെര തുറക്കുവോ? ഇല്ല. പുലി പുലി പുലി. ഇതാണ് മദ്രസ ലീവ്, സ്കൂൾ ലീവ്,
ലീവ്. കാരണം മദ്രസയിൽ കുട്ടികൾ വരാൻ തയ്യാറില്ല, ഉസ്താദുമാരും വരാൻ തയ്യാറില്ല, പിന്നെ മലക്കുകൾ മദ്രസ നടത്തൂലല്ലോ, പിന്നെ സ്കൂൾ ലീവ്. അത് ആരുമില്ല, ബസ്സോട്ടല്ല, ജീപ്പോട്ടല്ല. എന്തേ സംഭവം? പോലീസുമാര് ബേജാറ്, കുട്ടികളെ അരി പേടിച്ചിട്ട് ഓലെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഓൽക്ക് ബേജാറുണ്ട്. എന്താണ് പഠിച്ചോനെ, നമ്മളിത് പെട്ടല്ലോ, പോലീസ് ജോലി വേണ്ടിണ്ടാനില്ല, പുലിനെ നേരെയുള്ള തിരിഞ്ഞത്. ഈ രൂപത്തിൽ പോലീസുമാര് ബേജാറായിട്ട് 4 ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കിക്കാണ്ട് ആ തോക്കും നീട്ടിട്ട് ഇങ്ങനെ നടക്കുക പകരയിൽ. അങ്ങനെ 3-4 ദിവസം മദ്രസയില്ല, സ്കൂളില്ല, പള്ളിക്ക് ജമാഅത്തിനാളില്ല, പള്ളിയിലെ ഉസ്താദ് ബാങ്ക് വെല്ല കൊടുത്തുകാണ്ട് നിസ്കരിച്ചാണ്ട് റൂമിൽ തന്നെ നിൽക്കാണ്. ചോറ് കിട്ടിക്കണോന്ന് അറിയില്ല, ചോറ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. ഈ രൂപത്തിലാണ് പുലിയെ പേടിച്ചാൽ പകരയുടെ അവസ്ഥ. പകലിൽ ആരുമില്ല, ഒരു എസ്കക്കാരനുമില്ല, ഒരു SSF-കാരനുമില്ല, ഒരാളുമില്ല, ഒരു പ്രശ്നമില്ല, ഒരു ലീഗുകാരനുമില്ല, ഒരു മാർക്സിസ്റ്റുകാരനുമില്ല, ഒന്നും പറയാനില്ല. പുലി പുലി ഇതാണ് ഉണ്ടാകുക. ഉറപ്പല്ലേ സഹോദരന്മാരെ? ഇതിന്റെ അപ്പുറം ഉണ്ടാകുക. അങ്ങനെ വീടുകളിൽ മുഴുവനും മൂകാവസ്ഥ. നാടിൽ പകരയിൽ എന്തൊരു സമാധാനം. ഈ രൂപത്തിൽ നിൽക്കുന്ന 3-ാമത്തെ ദിവസം അതാ കേൾക്കുകയാണ്. അങ്ങുമിങ്ങും ഫോൺ ചെയ്തപ്പോ കേൾക്കുകയാണ്, പകര അങ്ങാടിയിലിട്ട ആ പുലിയെ ഒരു പോലീസ് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അതാ വീടുകൾ മുഴുവനും തുറക്കപ്പെട്ടു. മദ്രസകൾ അവർക്കൊന്നും കുട്ടികളില്ല. കുട്ടികൾ മണ്ടാണ് അങ്ങോട്ട് പകരങ്ങാടിക്ക് പോയിട്ട്, എടാ ഇജേനല്ലേ മദ്രസ മടക്കിയത്, ഇജേനല്ലേ സ്കൂൾ മടക്കിയത്, ഇജേനടാ അതിന്റെ വാല് പിടിച്ചിട്ടും കാല് പിടിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് ഇതിനെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്തേ ഇന്നലത്തെ പുലിയുടെ നേരെ തിരിയാൻ തോന്നാഞ്ഞതെന്ത്? ജീവനുണ്ടായതാ കാരണം. ഇന്നുള്ള പുലിയുടെ നേരെ തിരിയാൻ ഒരു ധൈര്യം വന്നതെന്താ? ജീവനില്ലാത്തതാണ് കാരണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ദിക്റ് ചൊല്ലുന്നവനും ദിക്റ് ചൊല്ലാത്തവനും ജീവനില്ലാത്ത ഒരു സാധനത്തോട് തുല്യമാണ്. എന്തും പിശാചിന് ചെയ്യാം, എന്തും ഇവനെ എങ്ങനെയും മറിക്കാം. ഈ രൂപത്തിലാണ് ദിക്റ് ചൊല്ലാത്തവന്റെ മനസ്സ്. ദിക്റ് പതിവാക്കിയവന്റെ മനസ്സോ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ അറിയണം, ബിദിക്രില്ലാഹ് അല്ലാഹുവിന്റെ ദിക്റ് ഏതുണ്ടോ അതുകൊണ്ട് മുഴുവനും മാത്രമേ തത്മഇന്നുൽ ഖുലൂബ് ഹൃദയത്തിന് ആശ്വാസമുള്ളൂ. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ദാക്കരിയങ്ങളാവണം. മാസത്തിൽ ഒരു ദിക്ർ ഇവിടെ ഉണ്ടാക്കിയാൽ അതുകൊണ്ട് മാത്രം മതിയാക്കരുത്. നമ്മുടെ വീട്ടിൽ നമ്മൾ അല്പം ദിക്ർ ചൊല്ലണം. രാവിലെ അല്പം ദിക്ർ ചൊല്ലണം, വൈകുന്നേരം അല്പം ദിക്ർ ചൊല്ലണം, മഗ്രിബ് നിസ്കരിച്ചിട്ട് അല്പം നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലണം. കിടക്കുന്ന ടൈമിലോ രാത്രിയിലോ ഒരു ഹദ്ദാദെങ്കിലും ചൊല്ലണം. അങ്ങനെ അല്ലാഹുമായൊരു ചെറിയ ബന്ധം ദിക്റിലൂടെ നമുക്ക് വേണം. നമ്മുടെ ഹൃദയത്തെ അതാ പിശാച് സ്വാധീനിക്കുന്ന ശൈലിയാണ് ഞാൻ പുലിയുടെ കഥയായി പറഞ്ഞത്. പിശാച് നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് ചത്തുകിടക്കുന്ന ഹൃദയത്തിന് പിശാചിന് വസ്വാസുകളെ കൊണ്ട് ഈമാൻ ഊരാൻ വളരെ എളുപ്പമാണ്. പിശാച് കുട്ടികൾ അതാ വെടിവെച്ച് കൊന്നതായ ആ പുലിയെ വാലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച പോലെ ദിക്റ് ചൊല്ലാത്ത കൽബ് മരിക്കുന്ന ടൈമിൽ പിശാചിന് ഈമാൻ തെറ്റിക്കാൻ എളുപ്പമാണ്. ഇടംബലം ഇബ്ലീസാടുന്നേ ബരജിബിരിയിലവനോടുന്നേ മരണം അടുത്തൊരടിയനിലേ. നമുക്കൊക്കെ മരിക്കണ്ട ഉമ്മമാരെ, ഈ വാള് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മരിക്കുന്ന ദിവസമില്ലേ? അല്ലാഹു എന്റെയും നമ്മുടെയും ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഇവിടെ വെച്ചാണ് മരിക്കുക എന്നറിയില്ല. നാളെ ചൊല്ലാം ദിക്ർ, നാളെ ചൊല്ലാം യാസീൻ, നാളെയാകാം ളുഹർ, നാളെയാകാം ജമാഅത്ത്, നാളെക്കും നാളെ പലതാണ്. നാളെക്കും നാളെ നീളം വിട്ടാട്ടെ. കൂടുന്നു കൊല്ലങ്ങൾ, മാസങ്ങളാഴ്ച, ഗടികൾ കണക്കിൻ തീർച്ച. തേടുന്നവർ നിന്നെ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. നമ്മൾ മരിക്കാനായിരിക്കുന്നു, മരണം അടുത്താണ്. ഇത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഏത് കൊമ്പനും മരിക്കുന്നതാണ്, ഏത് വലിയവനും മരിക്കുന്നതാണ്, ഏത് വലിയവനും ഇവിടെ നിന്ന് പിരിയേണ്ടതാണ്. ഏതാ ഒരു ടൈമിൽ, ഏതെങ്കിലും ഒരു തീയതിയിൽ, 1-ാം തീയതിയുടെയും 30-ന്റെയും ഇടയിലുള്ള ഒരു തീയതിയിലല്ലേ നമുക്ക് മരണമുള്ളത്. ഏത് തീയതിയാണ്? ജനുവരിയിലാണോ ഫെബ്രുവരിയാണോ അറിയില്ല, ഈ കൊല്ലമാണോ അടുത്ത കൊല്ലമാണോ അറിയില്ല. നമുക്ക് മരിക്കണം കേട്ടോ. മരണം നമ്മുടെ
നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ. ഏതൊരുത്തരും മരിക്കേണ്ടതാണ്. അള്ളാഹു എല്ലാവർക്കും വെച്ച ജനിച്ചാൽ മരണം നിർബന്ധമാണ്. ലൗലൗ കാനത്തി ദുനിയാ തദുമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. മുത്തനബി ലോകത്തോട് പിരിഞ്ഞു പോയി. ഇനി ഇവിടെ ഒരിക്കലും തന്നെ ആർക്കും ശാശ്വതമില്ല. എല്ലാവരും പിരിയേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ സുഖങ്ങൾ നൈമിഷികമാണ്. ഇവിടെ എന്ത് കിട്ടിയാലും അതുകൊണ്ട് പവറില്ല. ഇവിടെ ആരാരെ ആദരിച്ചാലും പവറില്ല. ആര് ബഹുമാനം പറഞ്ഞാലും പവറില്ല. ആര് ബഹുമാനിച്ചത് കൊണ്ടും കാര്യമില്ല. ആര് കൈപിടിച്ച് മുത്തിയത് കൊണ്ടും കാര്യമില്ല. ആര് നമ്മൾ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ടും നമുക്ക് പ്രയോജനമില്ല. നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ടതാണ്. നമ്മളുടെ കൂടെ ആരും തന്നെ ഇല്ല. ആരാരുമില്ലാത്ത അതാ പള്ളിക്കാട്ടിൽ ചെന്ന് അതാ ചെറിയ ഒരാൾക്ക് പോലും കിടക്കാൻ സൗകര്യമില്ലാത്ത ഒരു 6 അടി മണ്ണിൽ ആ ഖബറിന്റെ ഇടുക്കിൽ കിടക്കേണ്ടവനാണ് ഈ വാള് പറയുന്നത്. ഈ വാള് കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഒരു ദിനം ഇങ്ങനെയാണ് ആകാനുള്ളത്. ആദം മുതൽ നോക്കുന്നു കണ്ണേ, പോയോരിലാരെങ്കിൽ വാരുന്ന പൊന്നേ, ആരോ നീ പൊക്കുന്നു വീയും പൊൻകല്ലേ, ഏകവനല്ലാതെ മാണിക്കക്കല്ലേ. എത്ര കാലമായി എത്ര ആളുകളാണ് മരിച്ചുപോയത്. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നുണ്ട്. അവര് മുഴുവനും മരിച്ചുപോയി. നമ്മളും അവരുടെ പിന്നിൽ പോകാനുള്ളതാണ്. അല്ലാഹുവിലേക്ക് മടങ്ങൂ, തൗബ ചെയ്യൂ, നന്മകൾ അധികരിപ്പിക്കൂ. മാസത്തിലെങ്കിലും നമ്മൾ ദിക്റിൽ പങ്കെടുക്കൂ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കല്ല. വല്ല അബദ്ധവും വന്നാൽ ഉടനെ തന്നെ നാഥനോട് തൗബ ചെയ്യൂ. എനിക്ക് പുറത്തു തരണമല്ല എന്ന് പറഞ്ഞ് വീടിൽ നിന്നത് മായ്ച്ചു തരാൻ റബ്ബിനോട് സങ്കടപ്പെടൂ. ഈ സങ്കടത്തിനൊരു ദിവസം നീ കാത്തു നിൽക്കല്ല. യൗമ യഅല്ലുൽ ആലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ. അല്ലാഹു തആല പറയുന്നു, അക്രമം ചെയ്ത് നടന്ന മനുഷ്യൻ അവന് തൗബ ചെയ്യാം, നാളെയാകാം എന്ന് പറഞ്ഞ് മലക്കന്ന് വന്ന് അവന്റെ ആത്മാവ് പിടിക്കുമ്പോൾ അവന് പറയുന്നത്, റബ്ബി നാദാ ഇർജൂനി, എന്നെ മടക്ക് നാദാ, ലഅല്ലി അഅമലു സാലിഹാ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിനൊരു ചാൻസ് തരൂ. അല്ലാഹ് പറയുന്നു, കല്ല, അങ്ങനെ വിചാരിക്കണ്ട. ഇന്നഹാ കലിമത്തുൻ, നീ പറയുന്ന വാക്ക്, ഹുവ ഖായിലുഹാ, നീ ഒരു വാക്ക് ഇങ്ങനെ പറയുന്നല്ലാതെ ഇതിന് പ്രയോജനമില്ല. കാലങ്ങളായി നിന്നെ ഞാൻ പടച്ചിട്ടു, കാലങ്ങളായി നീ നടക്കുന്നു, ഇതുവരെ നിനക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എത്ര വാളുകളാണ് നിന്റെ അരികിൽ പറയപ്പെട്ടത്, എത്ര സദസ്സുകളാണ് നിന്റെ നാട്ടിലൂടെ നടന്നുപോയത്. നീ അതൊക്കെ ഗ്രൂപ്പ് തിരിച്ചങ്ങ് മാറ്റി നിർത്തിയില്ലേ. നല്ലതൊന്നും കേൾക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞവന്റെ വാക്കിന് യാതൊരു സ്ഥാനവും ഇല്ലാതാക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. അതാ യൗമ യഅല്ലുൽ ആലിമു അലാ യദൈഹി, അത് കേൾക്കുമ്പോൾ അവന്റെ കൈ അങ്ങ് കടിച്ചു കളയുന്നു. യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ, ഞാനൊന്നും എന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി 5 വക്ത് കളാക്കാതെ, നോമ്പ് കളാക്കാതെ, സക്കാത്ത് കളാക്കാതെ നന്മകൾ ചെയ്തുകൊണ്ടൊന്ന് ജീവിച്ചിരുന്നെങ്കിൽ, ഞാനൊന്ന് മുത്തുനബിയുടെ സൽസരണിയൊന്ന് സ്വീകരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു ദിവസം നമുക്ക് വരുന്നു സഹോദരാ. ഈ സുഖങ്ങളൊക്കെ മാറി അല്ലാഹുവിലേക്ക് പോകുന്ന ഒരു ദിവസമുണ്ട്. ഈ വാളിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇങ്ങനെ ഒരു വാള് നിന്റെ നാട്ടിൽ നടന്നില്ലേ? നിന്റെ നാട്ടിൽ എത്ര ആളുകളാണ് വാള് പറഞ്ഞത്? എത്ര ആളുകളാണ് ആയത്തുകളോട് നിനക്ക് പറഞ്ഞു തന്നത്? നിനക്കത് സ്വീകരിക്കാൻ തോന്നിയില്ലല്ലോ. നിനക്ക് വയസ്സ് 40 നിനക്ക് ബോധം വന്നില്ലല്ലോ. നിന്നോട് അത് പറഞ്ഞ എത്ര ആളുകളാണ് നിന്റെ നാട്ടിൽ? എത്ര സീഡികളാണ് നിന്റെ വീട്ടിലേക്ക് ഞാൻ എത്തിച്ചു തന്നത്? എത്ര സീഡികളാണ് നീ കേട്ടത്? അതൊന്നും ഉൾക്കൊള്ളാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് റബ്ബിന്റെ മുമ്പിൽ പറയുന്നൊരു ദിവസമുണ്ട് സഹോദര സഹോദരിമാരെ.
അല്ലാഹുവിലേക്ക് മടങ്ങൂ, തൗബ ചെയ്യൂ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.